സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ എം ടി രമേശ്, ശ്രീ CR ഉന്നയിച്ച വസ്തുതാപരമായ വിമർശനങ്ങൾക്ക് മറുപടി. അല്ല, അതിലിപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് വിമുക്ത പഠന പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. കാരണം അങ്ങനെ അന്നത്തെ എഗ്രിമെൻ്റ് അനുസരിച്ച് ആ എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ എല്ലാവർക്കും പെൻഷൻ കിട്ടേണ്ടതാണ്. അതൊരു കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഒരു കണക്കെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ 24 ലക്ഷത്തോളം വിമുക്ത ഭടന്മാർ, 6 ലക്ഷത്തോളം യുദ്ധവിധവകൾ, ഇത്രയും പേരാണ് ഇതിൽ വരുന്നത് എന്ന്. അതെ, 1 റാങ്ക് 1 പെൻഷൻ്റെ കാര്യത്തിൽ യുദ്ധവിധവകൾ വരുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് രണ്ടാമത് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അന്ന് മനോഹർ പരീക്കർ പറഞ്ഞത്, ഇത് നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ചർച്ച ചെയ്താൽ രാഷ്ട്രീയത്തിലാകുമ്പോൾ ഇതിനൊക്കെ വാദപ്രതിവാദം ഉണ്ടാകും. മനോഹർ പരീക്കർ അന്ന് പറഞ്ഞത്, ഇവരുടെ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അന്ന് ചർച്ചയിൽ രൂപപ്പെട്ടു വരാത്ത ഒരു ഐഡിയ ആണ്. അന്ന് ചർച്ചയിൽ ഒരു സമവായത്തിലെത്തി രൂപപ്പെട്ടു വന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ തയ്യാറായി. കാരണം ഈ പ്രശ്നം കൂടി പരിഹരിക്കപ്പെട്ടതിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് നീണ്ടുപോകും. കാരണം സമരം നടക്കുകയാണ്. ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് ജവാന്മാർ സമരം നടത്തുകയാണ്. അതുകൊണ്ട് ആ സമരം അവസാനിപ്പിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് മുമ്പിലുള്ളത്. രണ്ടാമത്, ഇങ്ങനെ പരിഗണിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുണ്ട്, ഞാനതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ CR പറഞ്ഞതിനോട് ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് ഏറ്റവും താഴെ നിലവാരത്തുള്ളവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുള്ള ഒരാൾ, അയാൾ സാധാരണ ഏറ്റവും സുബേദാറായിട്ട് ഏറ്റവും ലോവലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അയാൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അയാൾ ഹാപ്പിയാണ്, അയാളുടെ ഫാമിലി ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള ധാരാളമുണ്ട്. കിട്ടാത്തവരുണ്ടാകാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുഴുവൻ ആളുകൾക്കും കൊടുത്തു എന്ന് ഗവൺമെൻറ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെങ്കിൽ ഗവൺമെൻറ് കുറ്റക്കാരാണ്. പ്രധാനമന്ത്രി തന്നെ സിൻസിയറായിട്ട് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനമാണെന്ന് പ്രാവർത്തികമാകുന്നു. അതിലിടക്കാണ് ഈ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഇത് അങ്ങേയറ്റം നമുക്ക് ഒരു തരത്തിലും ഈ നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു വിമുക്ത ഭടൻ്റെ ആത്മഹത്യ, ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്നത്തെ ഏർപ്പാടുകൾ, അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. എന്ത് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. ശ്രീ CR നീലേണ്ടൻ, ഇതിൻ്റെ ഈ വികാരത്തിൻ്റെ ഒരു ഉച്ചസ്ഥായിയിൽ നിന്ന് ഈ കാര്യങ്ങൾ കാണാതെ കുറേ കൂടി സമചിത്തതയോടെ ഈ വിഷയങ്ങളെ സമീപിക്കാനുള്ള വിവേകത്തിനെങ്കിലും കുറഞ്ഞപക്ഷം ഒരാളുടെ ജീവൻ്റെ ഈ ബലി കൊടുക്കൽ കാരണമാകുമോ? അങ്ങനെയെങ്കിൽ തന്നെ രാജ്യത്തത് വലിയ ആരോഗ്യകരമായ മാറ്റത്തിന് വഴിവെക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെയാണ് ഞാൻ ഊന്നുന്നത്. നേരത്തെ വേണു പറഞ്ഞ കണക്കിൽ 32 ലക്ഷം ആളുകൾ ഇതിന് അർഹരായിട്ടുണ്ട് എന്നാണ് കണക്ക്, വിധവകളടക്കം. അതിൽ 14% ഓഫീസേഴ്സ് ഉള്ളൂ. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കിട്ടാതെ പോയിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷവും ഈ താഴ്ന്ന വിഭാഗക്കാരാണ്. കാരണം ബഹുഭൂരിപക്ഷം കിട്ടാനുള്ളത് അവരാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർ ഉന്നയിച്ച ഏറ്റവും ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സ്വഭാവം, റിട്ടയർമെൻറ്റിൻ്റെ ഡേറ്റ്, അത് കൂടാതെ ഈ ഈക്വലൈസേഷൻ, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഇതിൽ തന്നെ സിവിലിയൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്. 4 ലക്ഷം ഉദ്യോഗസ്ഥന്മാർ ഈ 32 ലക്ഷത്തിൽ സിവിലിയൻസാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെയും അതുപോലെ അവിടെയുള്ള മറ്റു ജോലി ചെയ്ത ആൾ. അവർക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നില്ല എന്ന ഈക്വലൈസേഷൻ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസം, ഇതൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ് ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ പരീക്കറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെൻറ്റും ഈ 4 കാര്യങ്ങളിലും ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ എന്നൊക്കെയുള്ള മറ്റില്ല അതാണ് പരീക്കർ ഇദ്ദേഹത്തിനെ കാണാതിരുന്നത്. നമ്മൾ കാണേണ്ട പോയിന്റ് അതാണ്. ഈ സൈനികൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ്റിന് ഉറപ്പില്ലാത്ത കാര്യമാണ്. സഹോദര, നിങ്ങൾക്ക് 1 റാങ്ക് 1 പെൻഷൻ കിട്ടുമെന്ന് മന്ത്രിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ വികാരം ഇതൊരു വികാരമല്ല, ഇത് പരിഹരിക്കണം. തീർച്ചയായിട്ടും വേണു പറഞ്ഞതുപോലെ ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു വീരഭടൻ്റെ ഒരു ആത്മാഹുതി കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഈ രാജ്യത്തിന് ഈ പറഞ്ഞ 32 ലക്ഷത്തിൽ ബഹുഭൂരിപക്ഷത്തിനും നീതി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സൽബുദ്ധി തോന്നട്ടെ നമ്മുടെ ഭരണകർത്താക്കൾക്ക്. അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതിർത്തിയിൽ ജീവൻ ബലിയർപ്പിക്കുകയാണ് സൈനികർ. അതിനെപ്പറ്റി ഉച്ചസ്ഥായിയിൽ സംസാരിക്കുന്നവർ അനീതിയുടെ അതിർത്തികൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്നും അതിൽ നിസ്സഹായരായി ജീവൻ ബലിയർപ്പിക്കുന്നവരുണ്ട് എന്നുമുള്ള വിവേകത്തിലേക്ക് എത്തുമോ? അല്ല, അങ്ങനെ ഒരു വിവേകം നമുക്കുണ്ടാകണം. രാജ്യം ഭരിക്കുന്നവർക്കും ആ പാർട്ടിക്കും ഉണ്ടാവണം. അതിർത്തിയിൽ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവർ, അവരെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ആർക്കും ഒരു മടിയുമില്ല. അതിൽ യാതൊരു അമാന്തവുമാരും കാണിക്കുന്നില്ല. പക്ഷേ സൈന്യം
സൈന്യം അതിർത്തിയിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളൊക്കെ അവർക്കൊപ്പമുണ്ട്. നമ്മുടെ സൈനികരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. അവർ നമ്മൾ ധീരജവാന്മാർ, വീരജവാന്മാർ എന്നൊക്കെ വിളിച്ച് അവർ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്, ആവേശം കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ അതേ സൈന്യം ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അവിടെ നമുക്ക് വിമർശിക്കേണ്ടി വരാറുണ്ട്. ആ വിമർശനത്തെ പോലും സമചിത്തതയോടെ കാണാതെ അങ്ങനെ വിമർശിക്കുന്നവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുകയും അവരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുകയും ചെയ്യുന്നവർ ഇപ്പോൾ ഒരു പാവപ്പെട്ട സൈനികൻ, സർവീസിൽ നിന്ന് വിരമിച്ചയാൾ, അയാൾക്ക് ആരും ഒരു ഉറപ്പ് കൊടുക്കുന്നില്ല, ഒരു വാഗ്ദാനവും നൽകുന്നില്ല. കിട്ടിയ വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയായിരുന്നു, വ്യാജമായിരുന്നു എന്ന തിരിച്ചറിവിൽ അയാൾ സ്വന്തം ജീവൻ രാജ്യ തലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ ബലി കൊടുക്കുമ്പോൾ ആ ബലിദാനത്തിന് ഈ BJP നൽകുന്ന വില എന്തായിരിക്കും? വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.